പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ് നമ്മൾ ഡൽഹിയിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ പരീക്ഷയുടെ ഇതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ഡൽഹിയിൽ മേടിച്ച സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഒന്നൊന്നായിട്ട് കാണിക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകുമ്പോൾ അതിന് മുമ്പ് കളിച്ചാൽ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകും. അപ്പം ഗൈസ് നമ്മൾ ആദ്യം കാണിക്കുന്നത് ക്ലോത്ത് ഐറ്റംസ് ആണ്. നമ്മൾ ഉടുപ്പ് നിക്കറും അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ വില കുറവാണ് ഗൈസ്. നമ്മൾ ആദ്യം മേടിച്ചിരിക്കുന്നത് ഈ ഒരു നിക്കറാണ്. വീട്ടിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാം. നല്ലതാണ് ഗൈസ്, നല്ല ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്നത് ഈ ഒരു ഷർട്ടാണ് ഗൈസ്. നമ്മൾ മറ്റേ താജ്മഹലിൻ്റെ മുമ്പ് വെച്ചെടുത്തില്ലേ, അതിൻ്റെ തന്നെ ഒരു സാധനമാണ് ഇത്. ഇതിന് വെറും 200 രൂപയുള്ളൂ ഗൈസ്. ഇതിൻ്റെ അപ്പുചേട്ടനൊക്കെ ഇതിൻ്റെ ഗ്രേ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. നല്ല ഷർട്ടാണ് ഗൈസ്. JSM XL വെറും 200 രൂപ. നമ്മൾ അടുത്ത മേടിച്ചിരിക്കുന്ന 2 ടീഷർട്ടാണ് തൈപോലത്തെ. നമ്മൾ AC-ക്കകത്തൊക്കെ വെച്ചിടാന്ന് വെച്ചിരുന്ന സാധനമാണ് ഗൈസ്. പിന്നെ നമ്മളത് ഇട്ടില്ല. നമുക്ക് ജാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇട്ടില്ല ഗൈസ്. ഇതിൻ്റെ തന്നെയാണ് ഗൈസ് നമ്മൾ വേറൊരെണ്ണം മേടിച്ചിരിക്കുന്നത്. ഇതും ഏതാണ്ട് ഒരുപോലത്തെ തുണിയാണ് ഗൈസ്. പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്നത് ഈ ഒരു പാൻ്റാണ്. അഡിഡാസിൻ്റെ ഈ ഒരു ഡി ആണെന്നില്ല ഗൈസ്. അഡിഡാസിൻ്റെ ഒരു ഡി ആണെന്നില്ല ഗൈസ്. ഈ പാൻറ് നമ്മൾ മേടിച്ചിരിക്കുന്നത് നമ്മൾ മറ്റേ ജമാ മസ്ജിദിൻ്റെ അടുത്താണ്. കാരണം ഞാൻ അന്ന് നിക്കർ ഇട്ടുണ്ടായിരുന്നു ഗൈസ്. അവിടെ പോയി ജമാ മസ്ജിദിൻ്റെ അവിടെ. അപ്പോൾ അവിടെ നിക്കർ ഇട്ടുകൊണ്ട് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പം പാൻറ് ഇട്ടുകൊണ്ട് കയറാൻ പറ്റത്തുള്ളായിരുന്നു ഗൈസ്. അപ്പം പാൻറ് നമ്മൾ അവിടുത്തെ താഴത്തെ കടയിൽ നിന്ന് മേടിച്ച പാൻറ്റാണ് ഗൈസ് ഇത്. ഇതിന് ഏതാണ്ട് 200 രൂപ എങ്ങാണ്ടേ ഉള്ളു ഗൈസ്. അഡിഡാസ്. പക്ഷേ ഏതാണ്ട് ഇവിടുത്തെ അഡിഡാസിൻ്റെ ഡി കാണുന്നില്ല ഗൈസ്. ഞാൻ എന്നാലും മിണ്ടത്തില്ല. അഡിഡാസിൻ്റെ ഒരു ഡി കാണുന്നില്ല. വിഷമമായി. ഈ നിക്കറും നമ്മൾ നിക്കറോട് പോയതാണ് ജമാ മസ്ജിദിൻ്റെ നമ്മൾ ഇതും അവിടെ നിന്ന് തന്നെയാണ് ഗൈസ് മേടിച്ചത്. പിന്നെ ഗൈസ് ഈ ഷർട്ട് നിങ്ങൾക്കറിയാമോ? ഈ ഷർട്ട് നിങ്ങൾ പോസ്റ്റിനകത്ത് കണ്ടു കാണും ഗൈസ്. നമ്മൾ താജ്മഹലിൻ്റെ മുമ്പിൽ പോയി നിന്ന് ഈ ഷർട്ട് ഇട്ടുകൊണ്ടാണ് ഗൈസ് നമ്മൾ താജ്മഹലിൻ്റെ മുമ്പിൽ പോയത്. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് എന്നെ മുഖം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ ഗൈസ്. നമ്മളിതാണ് ഗൈസ് പിന്നെ മേടിച്ചത്. ഇത് നല്ലൊരു ഷർട്ടാണ് ഗൈസ്. പക്ഷേ നമ്മൾ ഇത്ര സാധനങ്ങളാണ് ഗൈസ് ഉടുക്കുന്നത്. നമ്മൾ ഇത്ര സാധനങ്ങളാണ് മേടിച്ചിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ക്ലോത്ത് ഐറ്റംസ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഷൂവും ചെരുപ്പും മേടിച്ചിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ 3 എണ്ണമാണ് മേടിച്ചിരിക്കുന്നത്. ആദ്യം നമുക്കൊരു ഷൂ കാണിക്കാം. ഇതാണ് ഗൈസ് ആ ഷൂ. ഇത് നമ്മൾ ഡൽഹിക്ക് പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് ഗൈസ്. ഇത് ഞാൻ താജ്മഹലിൻ്റെ അവിടെ പോയപ്പോൾ ഈ ഷൂ ഇട്ടായിരുന്നു ഗൈസ്. നല്ലൊരു ഷൂ ആണ്. അത്യാവശ്യം നമുക്ക് കൊണ്ടു നടക്കാം ഗൈസ് ഈ ഷൂ. മഴയൊക്കെ നനഞ്ഞാൽ ഈ ഭാഗമൊന്നും നനഞ്ഞില്ലായിരുന്നു ഗൈസ്. നല്ല ഷൂ ആണ് ഗൈസ് ഇത്. പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്ന ഒരു ചെരുപ്പാണ്. ഈ ചെരുപ്പ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പാണ് ഗൈസ്. അവിടെ നിന്ന് നോക്കി മേടിച്ച് ഈ ലാസ്റ്റ് പീസായിരുന്നു ഗൈസ് ആ കടയിൽ. താജ്മഹലിൻ്റെ അവിടെ പോയപ്പം ഈ 9 ആണ് ഗൈസ് സൈസ്. ലാസ്റ്റ് പീസായിരുന്നു. ഇതിൻ്റെ കറക്റ്റ് അളവാണ് ഗൈസ്. പിന്നെ ഗൈസ് നമ്മളൊരു ലാസ്റ്റ് സാധനം കൂടെ മേടിച്ചിട്ടുണ്ട്. ഈ സാധനം നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ ഈ സാധനം ഉറപ്പായിട്ട് മേടിക്കണം ഗൈസ്. ഈ സാധനം ഇത് നമ്മൾ മേടിച്ചിരിക്കുന്ന സരോജിനി മാർക്കറ്റിൽ നിന്നാണ്. വെറും 400 രൂപയുടെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഷൂ ആണ് ഗൈസ്. നിങ്ങൾ ഡൽഹിക്ക് എല്ലാം പോവുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് കൊണ്ട് ജമാ മസ്ജിദിൻ്റെ അടുത്ത മാർക്കറ്റാണ്. അവിടെ ഇതുപോലത്തെ ഷൂ കിട്ടും. പിന്നെ നിങ്ങൾ പോകേണ്ടത് സരോജിനി മാർക്കറ്റാണ്. സരോജിനി മാർക്കറ്റ് അറിയാമല്ലോ ഗൈസ്. അവിടെ തന്നെ ഒത്തിരി ആൾക്കാർ. നിങ്ങളിപ്പം മഴയായിരുന്നു, കുടയും പിടിച്ചോണ്ട് ഞങ്ങൾ പോയത്. അപ്പോൾ ഞാനൊരു കുടയ്ക്കകത്തിരിക്കുമ്പോൾ ഒരു മാമൻ വന്ന് ചോദിക്കുക, ഭയ്യ ഏക്ക് എടുക്ക് ഭയ്യ. ഒരെണ്ണം എടുക്കാമെന്ന് പറഞ്ഞു. ഒരു ടൈറ്റൻ്റെ വാച്ച്. ടൈറ്റൻ്റെ അല്ല, ആപ്പിളിൻ്റെ. അതും പറഞ്ഞുകൊണ്ട് അപ്പം നമ്മൾ പറയാം, ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്കാണ് ഡൽഹി ചെന്നിട്ട് നെയ് ചെയ്യാൻ ഭയ്യ, നെയ് ചെയ്യാൻ. അതാണ് ഗൈസ്. ഒത്തിരി ആൾക്കാർ വന്നിട്ട് ഇത് വേണോ ഇത് വേണോ ഇത് വേണോ ചോദിച്ചോണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പറയേണ്ടത് നെഹി ചെയ്യാൻ ഭയ്യ. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നെഹി ചെയ്യാൻ. അവിടെയൊക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ വില കുറച്ച് തരുന്നതായിരിക്കും. പിന്നെ നമ്മൾ മേടിച്ച സാധനം കാണിക്കാൻ പോയാണ്. 3, 2, 1. ഒരു ജോർദാനാണ് ഗൈസ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ജോർദാൻ എന്നല്ലേ ഇതിൻ്റെ പേര്? ആണ് നൈക്കിൻ്റെ നൈക്ക്.
ഈ ഷൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പുതിയതാണ് നമ്മുടെ ഇതിൻ്റെ ലോഗോ വയ്ക്കുന്നത്. നമ്മൾ ഇത് ഇതിനകത്ത് ഊരി എടുത്തിട്ടില്ല. ഇതിൻ്റെ ആകുന്നുണ്ടോ ഗൈസ്, ഓറഞ്ച് കളറാണ് ഇതിൻ്റെ ആഘോഷം എന്ന് പറയുന്നത്. ഇത് രണ്ടും നല്ലൊരു ഷൂ ആണ് ഗൈസ്. നമുക്ക് ഇത് ഊരി എടുക്കാം. അപ്പോൾ ഗൈസ് ഇത് ഇത്രയാണ് ഷൂ എന്ന നിലയ്ക്ക് നമ്മൾ മേടിച്ചിരിക്കുന്നത്. പിന്നെ വളരെ ദുഃഖകരമായിട്ട് എൻ്റെ ഡൽഹിക്ക് പോകുന്നതിന് മുമ്പ് മേടിച്ച ഓഗിയുടെ ഷൂ കീറിപ്പോയി. അതിനകത്ത് ഞാൻ ഭയങ്കര വിഷമകരമായിട്ടാണ് ഞാൻ ഈ 2 ഷൂ മേടിച്ചത്. അപ്പോൾ നമ്മൾ അടുത്ത സാധനം എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നത് ഇതാണ് നമ്മുടെ ഈ താജ്മഹലിൻ്റെ സാധനം കാണുന്നുണ്ടോ? താജ്മഹൽ ഇങ്ങനെ ഷെയ്ക്കാക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ആണ് ഗൈസ്. ഇത് നമ്മൾ താജ്മഹലിൻ്റെ അവിടുത്തെ കടയിൽ നിന്ന് മേടിച്ചാണ് ഗൈസ്. ഇതിന് 200 രൂപ കണ്ടേ ഉള്ളൂ ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾ ഈ ഒരു സ്പിന്നർ മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ അവിടെ നിന്ന് മേടിച്ചാണ്. റെഡ് ഫോർട്ടിനാണ് നമുക്ക് ഇങ്ങനെ കറക്കിയൊക്കെ കളിക്കാം ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ ഈ സ്പിന്നർ മേടിച്ച് ഇതിന് ഏതാണ്ട് 100 രൂപ കണ്ടാണ് ഗൈസ്. പിന്നത്തെ സാധനം ഗൈസ്, ഇത് ഞാൻ ഒത്തിരി ഇതാക്കിയിട്ടുള്ള സാധനം, അത് നമുക്ക് ലാസ്റ്റ് അടിക്കാം ഗൈസ്. പിന്നതായി ഈ കീ ചെയിൻസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഈ കീ ചെയിൻ ഇത് 6,000 ഇരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് എൻ്റെ കയ്യിലില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് എൻ്റെ നഷ്ടപ്പെട്ടു പോകും. കാരണം ഞാനിത് എൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ച സാധനമാണ് ഗൈസ്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കയ്യിലുണ്ട്. നാളെ സ്കൂൾ തുറക്കും, അപ്പം ഞാനിത് അവർക്ക് കൊണ്ട് കൊടുക്കുന്നതായിരിക്കും ഗൈസ്. പിന്നെ മേടിച്ചതായി ടോം ആൻഡ് ജെറിയാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് ദേവമാരാനാണ് ഗൈസ്. ടോം ആൻഡ് ജെറി. പിന്നെ നമ്മൾ ഈ ഒരു ഷൂ, ഇത്രയാണ് ഗൈസ് നമ്മൾ മേടിച്ചത്. അതിന് കീ ചെയിൻ മേടിച്ചിട്ടുണ്ട്. അടുത്ത സാധനം ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ ഇവരെയൊക്കെ പറഞ്ഞ് ഇതാക്കി. ഇവർ പറയും ഇത് വെച്ച് വല്ല കച്ചവടം വല്ലതും ഉണ്ടോ എന്ന് വരെ ചോദിച്ചിട്ടുള്ള സാധനമാണ് ഗൈസ് ഇത്. യോ ഗൈസ്, ഇതിന് ഇവരൊക്കെ വഴക്ക് വരെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഈ സാധനം എന്തിനാ ഇത്രക്ക് മേടിച്ച് കൂട്ടുന്നതെന്ന് വരെ. 1 2 3 4 ഗൈസ് മാല. ഒന്നാമത്തത് ഫസ്റ്റ് മാല നമ്പർ 1. അടുത്ത മാല നമ്പർ 2 ബ്ലാക്ക് മാലയാണ്. അടുത്ത ഗൈസ് മോതിരങ്ങൾ. 1 നമുക്ക് ഈ ചെറുവിരലിടാം. 2 നമുക്ക് ഈ വിരലിലിടാം. 3 നമുക്ക് ഈ വിരലിലിടാം. 4 നമുക്ക് ഈ വിരലിലിടാം. ഗൈസ് കണ്ടോ, 4 കയ്യിലും 4 മോതിരങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്നതിനാണ് ഇവർ എന്താ ഇത് പറയുന്നുണ്ട് ഗൈസ്. എന്താ 4 കയ്യിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതിനൊക്കെ ഗൈസ്. എനിക്ക് മോതിരം എന്ന് പറഞ്ഞപ്പോൾ ഏതോ ഒരിതാണ് ഗൈസ്. ആരോ എനിക്ക് മോതിരത്തിൽ വിഷം തന്നിട്ടുണ്ട് ആണ് ഗൈസ് ഇവരും പറയുന്നത്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ട് പോകാം മോതിരങ്ങൾ. ഇതൊരെണ്ണം ചെറുതാണ് ഗൈസ് പിടിച്ചത്. കാരണം ബാക്കിയെല്ലാം 3 വിരലും ഉണ്ട്. തള്ളകളി പിന്നെ ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം മേടിച്ചാണ് ഗൈസ്. വേറൊന്നും മേടിച്ചിട്ടില്ലെന്നാണ് ഗൈസ് തോന്നുന്നത്. നമുക്ക് നോക്കിയിട്ട് വരാം ഗൈസ്. മേടിച്ചാണ് ആഗ്ര പേട. സ്പോഞ്ച് പോലാണ് ഗൈസ്. കൊള്ളാം ഗൈസ്, മധുരമൊക്കെ ഉണ്ട്. കുഴപ്പമില്ല ഗൈസ്, കൊള്ളാം. എന്നാലും വേറെ 2 സാധനങ്ങളും കൂടെ മേടിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് കൊണ്ടുവച്ചിട്ട് വരാം. പിന്നെ നമ്മൾ ഫൈനലി ഒരു സാധനം കൂടെ കാണിക്കാൻ പോകണം. നമ്മൾ ഈ സാധനം കൂടെ മേടിച്ചിട്ടുള്ളവരുന്ന് സരോജിനി മാർക്കറ്റിൽ പോയപ്പോൾ നമുക്ക് കൂടാ നമുക്ക് ഇതിൻ്റെ ഉപയോഗം കാണിക്കണം. നമുക്കിപ്പോൾ ഏതായാലും ഒരു എതിരാളി വരികയാണ്. യോ ഗായ്സ്, മഴ വന്നാൽ പോപ്പിക്കൂടാ. പക്ഷെ ഇത് പോപ്പിക്കൂടെ അല്ല. ഇത് അടിക്കാം. എനിക്ക് അടിച്ചാൽ ചീത്തയായി പോകും. വേണ്ട, നമുക്ക് കണ്ടിക്കാനൊക്കെ വെച്ചിട്ട് വേണ്ട. ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടാ, സെറ്റാണ് ഗൈസ് ഈ കട. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇഷ്ടപ്പെട്ടോടാണ് എനിക്കിഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ കട വെച്ച് മേടിച്ചത്. എല്ലാവരും നമുക്ക് വരെ മുട്ട കറിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സേവ് ഇടാം. കണ്ട, ഇപ്പോൾ തക്കാളിയോ മുട്ടയോ എല്ലാം എറിയുകയാണെങ്കിൽ നമ്മൾ കുട ഇങ്ങനെ അങ്ങ് പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ ഞെക്കുക. മുട്ട അകത്ത് തെറിച്ച് പോയിട്ടുള്ളൂ ഗൈസ്.
അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അപ്പം ബൈ ബൈ.